ഹരേ കൃഷ്ണ. ഓം ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. ശ്രീനാഥ നാരായണ വാസുദേവ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം നാരായണീയൻ ദശകം 1. ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവുമാണ്. ഭഗവാൻ ഗുരുവായൂർ, അതായത് ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ്റെ അച്ഛനമ്മമാർ പൂജിച്ചിരുന്ന വിഗ്രഹമാണ് ഗുരുവായൂരിരിക്കുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ അച്ഛനമ്മമാർ പൂജിച്ചിരുന്ന ആ വിഗ്രഹം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഉദ്ധവരോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ വിഗ്രഹത്തിന് ഒരു കേടും സംഭവിക്കരുത്. ഉദ്ധവരോട് പറഞ്ഞു, ഈ വിഗ്രഹം യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞു. ദ്വാരക ഭഗവാന്റെ സ്വർഗാരോഹണം കഴിഞ്ഞപ്പം വെള്ളത്തിൽ ആണ്ടുപോയി. ആ സമയത്ത് ഈ വിഗ്രഹം മാത്രം അങ്ങനെ ഓളം തല്ലി കരക്കെടുത്തു. ഉദ്ധവർ അത് എടുത്തു കൊണ്ടുപോയി ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയുടെ കയ്യിൽ കൊടുത്തു. ബൃഹസ്പതിയും വായു ഭഗവാനും കൂടി അതിനെ പ്രതിഷ്ഠിച്ചു. അതാണ് ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ചുകൊണ്ട് ഗുരുവായൂരെന്ന് പേര് വന്നു. അങ്ങനെ ഭഗവാന്റെ അച്ഛനമ്മമാർ പൂജിച്ചിരുന്ന ആ വിഗ്രഹമാണ് അവിടെ. അത് അങ്ങനെ നമ്മളെ പോലെയുള്ള കലിയുഗ ജീവന്മാർക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകിക്കൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് നമ്മുടെ എല്ലാവരും അന്തഭാഗ്യം ജനാന എന്ന് പറഞ്ഞുകൊണ്ടാണ് പട്ടതിരിപ്പാട് തുടങ്ങുന്നത് തന്നെ. നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണ് അങ്ങനെ ഗുരുവായൂർ എഴുന്നള്ളിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പട്ടതിരിപ്പാട് തുടങ്ങുന്നത് തന്നെ. നമുക്ക് ഇനി ആരംഭിക്കാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവതീഭ്യാം നിർമുക്തം നിത്യമോക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്വാദി സാക്ഷാത് ഗുരുഭവനപുരേ അന്തഭാഗ്യം ജനാനാം. സത്വം തത്പരാഭ്യാം അവരികലനതോ അനലം ലനതാവത് ഭൂതേ ഭൂതേന്ദ്രിയേ വൗദികശകാസൂയതേ വ്യാസവാക്യം തത്സത്യത്വാത് യഥാദിത പരസുഖചിത് ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ സുതിമതി മുകുരേ സുഗ്രഹേ വിഗ്രഹേലേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർമ്മല ബ്രഹ്മസിദ്ധൗ കല്ലോലോലാസതുല്യം കരുവിമലതരം തത്വമാഭൂതദാത്മാ തസ്മാനോ നിഷ്കലത്വം സകലൈതിവജാതർക്കയാസേവഭൂമൻ യത്രിയാഭിഷണാഖ്യം തേനൈവോദേവിലീല പ്രകൃതിസതികൽപാവികൽപാവികാലേ തസ്യാ സംശുദ്ധമംശം തമവിധമതിരോദായകം സത്വരൂപം സത്വം ധൃത്വാ ദദാസി സ്വമഹിമഹിമാവൈകുണ്ഠരൂപം കഷ്ടാവേ സൃഷ്ടിജ്യേഷ്ഠ ഇത്യേവം പൂർവമാലോചിതമജമയ നൈവമധ്യായാണേ നോ ചേതീവാഗതം വാ മധുരരമണം സർവഭൂചിത്രസാഗ്രം നേത്രൈ സ്വത്രൈ ച വീത്വാ പരമരസസുധാംബോധിപുരേണ സന്നിധത്തെ സദമവിപുരസ്തൈനഭ്യർത്ഥിതാനപി വിതരസി പരമാനന്ദ സാന്ദ്രാംഗിരീജ ഇഖം നിശേഷലേഭ്യോ നിരവധി ഫലപാലിജാതോ ഹരേ ത്വം ചോദ്യം തം സത്യവാദി ധ്രുവമഭിലഷതി വ്യർത്ഥമതേ വ്രജോയം കാമമന്യം തദരിപരേ
തത്വം ശേഷാത് ഐശ്വര്യാധീശ്വരേന്യേ കൈയുച്ചയ്യാരമന്തി പ്രതിപദമധുരേ ചേതനാസ്മിതവാക്യാ ത്വം ചാത്മരാമ വിവേദി കരുണാദാര ശൗരേ നമസ്തേ. ഐശ്വര്യം ശങ്കരാദീശ്വരവിനിയമനം വിശ്വതേജോഹരാണ തേജസ്സംഹാരിവീര്യം വിമലനവീശോ നിഷ്പ്രഹൈശോഭഗീതം അംഗാസംഗാ സദാ ശ്രീ അഖിലവിദസിനാസ്വാഭിദേ സംഗവാക തത്വാദാകാരവാസിൻ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ദശകം 2 ഭഗവത് സ്വരൂപ മാധുര്യം. ആദ്യം തന്നെ ഭഗവാന്റെ മഹാത്മ്യത്തെ പറ്റി ഭഗവാൻ അവിടെ ഗുരുവായൂർ എഴുന്നള്ളിയിരിക്കുന്നത് നമ്മുടെയൊക്കെ ഭാഗ്യമാണെന്ന് പറഞ്ഞു. അതുപോലെ എടുത്തു പറയേണ്ടതാണ് നമ്രാണാം സന്നിധൽസേ, നമിക്കുന്നവരുടെ അടുത്തേക്കാണ് ഭഗവാൻ ചെല്ലണേ. തല ഉയർത്തിപ്പിടിച്ച് അഹങ്കാരത്തോടു കൂടി നിൽക്കുന്നവരുടെ അടുത്തല്ല. നമ്രാണാം സന്നിധൽസേ സതം, അങ്ങനെ നമിക്കുന്നവരുടെ അടുത്തേക്ക് ഭഗവാൻ ചെല്ലും. അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കും. അവർക്ക് ചോദിച്ചില്ലെങ്കിലും പ്രഹ്ലാദനെ പോലെയുള്ളവരൊക്കെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ പോലും ഇത്രയും നാളെന്താ രാജ്യം ഭരിക്കുക എന്നൊക്കെ പറഞ്ഞ് അത് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും അവർക്ക് വേണ്ടതെല്ലാം ഭഗവാൻ കൊടുക്കും. അതാണ് ഭഗവാന്റെ കാരുണ്യം. ഇനി ഭഗവാന്റെ ഭക്തി മഹത്വത്തെ പറ്റി പറയുകയാണ്. ഭഗവാന്റെ കേശാദിപാത, 2 കേശാദിപാത വർണ്ണനയുണ്ട് നാരായണീയത്തിൽ. ഒന്ന് ദശകം 2 ഭട്ടതിരിപ്പാട് ചെന്ന് ഗുരുവായൂർ ചെന്നപ്പോൾ കണ്ട ഗുരുവായൂരപ്പൻ്റെ കേശാദിപാത വർണ്ണന നടത്തുകയാണ് ഭട്ടതിരിപ്പാട്. അതാണ് 2 ദശകത്തിൽ കൊടുത്തിരിക്കുന്നത്. അവസാനം ഭട്ടതിരിപ്പാടിന് ഭഗവാൻ ബാലരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു 90 ദശകം എഴുതാൻ നേരത്ത്. ആ രൂപത്തിൻ്റെ കേശാദിപാത വർണ്ണനയാണ് അവസാനം. അപ്പോൾ 2 കേശാദിപാത വർണ്ണന ഈ നാരായണത്തിലുണ്ട്. ആദ്യത്തെ ദശകം 2 ചെന്നപ്പോൾ തന്നെ ഗുരുവായൂരപ്പനെ കണ്ട് ആ കാരുണ്യം, ആ കേശാദിപാത വർണ്ണനയാണ്. സൂര്യനെ വെല്ലുന്ന കിരീടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഭഗവാനെ കാണുന്ന ആ രൂപത്തെ വർണ്ണിക്കുകയാണ്. അടിമുടി വർണ്ണിക്കുന്ന ഭാഗമാണ് 2 ദശകം. സൂര്യസ്പർദ്ധി കിരീടമൂർത്തതിലക റുദ്ഭാസി ബാലാന്തരം കാരുണ്യാകുലനേത്രമാത്രസിതോല്ലാസംസുനാസാകുടം യണ്ടോദ്യന്മകരാവകുണ്ടലയുഗം കണ്ടോജ്ജലകൗസുഭം തദ്രൂപം പരമഞ്ജഹാരപടല ശ്രീവത്സതി ബ്രഹ്മജേ. എത്രയിലോക്യം ഹീയസോ വിമഹിതം സമ്മോഹനമോഹനാത് കമ്പൻകാന്തിനിദാനോ വിനുരം മാധുര്യദുര്യാദവീ സൗന്ദര്യോത്തരതോ വിസുന്ദരതരം ഹൃദ്രൂപമാശ്ചര്യോപി ആശ്ചര്യം യവനേന കൃഷ്ണാവി വിഷ്ണോ വിഭോ മധുരാത്മകം തവ വപു സംപ്രാപ്യ സംപന്മയീ സാദേവി പരമസുഖാചിരതരം നാസ്തേ സ്വഭക്തേശ്വരീ തേനാസ്യാവതകഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസൈര്യമയാ തഥാവലവരാ ചാവല്യവന്തോദഭൂ ലക്ഷ്മീ സാവരാമണീയംബൈഷത്തിരേരി അസ്മിന്യന്യതരി പ്രമാണമധുന പശ്യാമി ലക്ഷ്മീപദേ ഭക്താഹി ഭക്താജനാഃ പ്രസ്താവദാരാം ഏവം ഭൂതമനോജ്ഞദാനവസുത നിശ്ചന്ദസന്തോകനം ത്വദ്രൂപം വരചിത്രവാസനമയം ചേതോഹരം ശൃണ്വതാം സദ്യ പ്രേരയതേ മതിം മദയതേ രോമാഞ്ചയത്യന്തകം വ്യാസഞ്ജത്യവിശീലബാഷ്പവിസരൈ ആനന്ദമൂർച്ഛോദ്ഭവൈ ഏവം ഭൂതയായി ഭക്തവിശദോ യോഗസയോഗദ്വയാത് കർമ്മജ്ഞാനമയ പുരുഷോത്തമനോ യോഗീശ്വരൈകീയതേ സൗന്ദര്യൈകരസാത്മകേതുയികലു പ്രേമപ്രദർശാത്മികാ ഭക്തേ നിശ്രമമേവ വിശ്വ
കർമ്മയോഗാഭിതം തദ്ദൂരേത്യഫലം യഥോപനിഷദ ജ്ഞാനോപലേപ്യം പുനാ തദ്വത്തതയാ സർവമനരം ചിത്തസ്യ തസ്മാതിഹോ പ്രേമാത്മകഭക്തേവ സതതം സ്വാമീയസി ശ്രേയസി സകലാണി കർമ്മപടലാനി ആയര്യനിര്യന്മരാ ഗോരേ ഭക്തിപദേതവാപ്യുചിതം ആയാന്തി കിന്താവതാ ദൃഷ്ട്വാദക്കപദേ പരന്തവു ജന്മാഖ്യാമന്യേ പുനാ സിദ്ധാദത്തമദേ വിചിന്തി വിഭുഭിः സിദ്ധ്യന്തി ജന്മാന്തരൈः സ്വയം സത്യസിദ്ധികരീയേതൈവോ സൈവാസ്തുമേ കൽപ്പതാ പ്രേമപ്രൗഢിരസാഗ്രതാ ദുർവരം മാതാവയീശ്വരാ